റിലിജിയൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജെറുസലേമിൻ്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. മധ്യപൂർവ്വദേശത്തെ ഒരു പുരാതന നഗരമാണ് ജെറുസലേം. ഇസ്രയേലിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലിരിക്കുന്ന ജെറുസലേം ഇന്ന് ആ രാജ്യത്തിൻ്റെ തലസ്ഥാനം കൂടിയാണ്. ഇസ്രയേലിൻ്റെ ഈ അവകാശവാദം അന്താരാഷ്ട്ര സമൂഹം ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. ജനസംഖ്യയുടെയും വിസ്തീർണത്തിൻ്റെയും കാര്യത്തിൽ ഇസ്രയേലിലെ ഏറ്റവും വലിയ പട്ടണമാണ് ജെറുസലേം. 125.1 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ പട്ടണത്തിൽ ഏകദേശം 7,32,100 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിനും ചാവുകടലിനും ഇടയിലുള്ള ജൂദിയൻ മലനിരകളിലാണ് ജെറുസലേം സ്ഥിതി ചെയ്യുന്നത്. പുരാതന ജെറുസലേം പട്ടണത്തിൻ്റെ ചുറ്റുമാണ് ആധുനിക ജെറുസലേം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം BC 3000 മുതൽ നിലനിന്നിരുന്ന ജെറുസലേം അമോര്യരുടെ ഒരു നഗരമായിരുന്നു. ഇസ്രയേലിൻ്റെ നേതാവായിരുന്ന ജോഷുവയുടെ നേതൃത്വത്തിൽ അമോര്യ രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും ജെറുസലേം പിടിച്ചടക്കുകയായിരുന്നു. പിന്നീട് ജെറുസലേമിനെ ജൂദാ ഗോത്രത്തിന് ജോഷുവ അവകാശമായി കൊടുത്തു. തുടർന്ന് ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദ് ഒരു ദേവാലയം പണിയുവാൻ തീരുമാനിച്ചുവെങ്കിലും അത് നടന്നില്ല. തൻ്റെ മകനും രാജാവുമായ ശലോമോനാണ് ജെറുസലേം ദേവാലയം പണിയുന്നത്. എന്നാൽ BC 586 ബാബിലോണിയക്കാരും AD 70 റോമാക്കാരും ജെറുസലേമിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി. റോമാക്കാർ ജെറുസലേം ദേവാലയം പൂർണ്ണമായി നശിപ്പിച്ചു. AD 135 റോമ ചക്രവർത്തിയായ ഹെഡ്രിയാൻ ഏലിയ കാപ്പിറ്റോളിന എന്ന പേരിൽ ജെറുസലേമിനെ പുനർനിർമ്മിച്ചു. AD 614 പേർഷ്യക്കാർ വീണ്ടും ഈ നഗരം നശിപ്പിച്ചു. മധ്യകാലഘട്ടത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജെറുസലേമിന് വേണ്ടി പൊരുതി. 1947 ഇസ്രയേലിനും യോർദാനുമായി ജെറുസലേം പട്ടണം വിഭാഗിച്ചു കൊടുത്തു. തുടർന്ന് 1967 6 ദിന യുദ്ധത്തിൽ, അതായത് 6 days വാറിൽ, ഇസ്രയേൽ ജെറുസലേം നഗരത്തെ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലാക്കി. 1980 ജെറുസലേമിനെ ഇസ്രയേൽ അവരുടെ തലസ്ഥാന നഗരമായി പ്രഖ്യാപിച്ചു. എന്നാൽ അന്താരാഷ്ട്ര സമൂഹം ഈ പ്രഖ്യാപനം അംഗീകരിക്കുവാൻ തയ്യാറായില്ല. ജെറുസലേമിന്റെ ചുറ്റിലുമുള്ള കോട്ടകൾ 1536 1539 ഇടയിൽ തുർക്കി രാജാവായ സുലൈമാൻ ആണ് പണിതത്. ജെറുസലേമിലെ പഴയ നഗരവും വിലാപ മതിലും യൂതന്മാരുടെ രണ്ടാം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന് കരുതപ്പെടുന്നു. യേശുവിന്റെ ജീവിതത്തിലെ പല അത്ഭുതങ്ങളും നടന്നത് ജെറുസലേമിൽ വെച്ചാണ്. ജെറുസലേമിനെ ലോകത്തിലെ പുരാതന നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ദാവീദ് രാജാവിന്റെ കാലം മുതൽ ഇസ്രയേൽ ജനതയുടെ ഏറ്റവും വിശുദ്ധമായ നഗരവും ആത്മീക കേന്ദ്രവും ജെറുസലേമാണെന്ന് യഹൂദ ജനത വിശ്വസിക്കുന്നു. ക്രിസ്തുമതത്തിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും ജെറുസലേമിലാണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. മുസ്ലിങ്ങളുടെ ഏറ്റവും വിശുദ്ധമായ മൂന്നാമത്തെ നഗരമായി ജെറുസലേമിനെ കണക്കാക്കപ്പെടുന്നു. 1860 വരെ ജെറുസലേം നഗരത്തെ മുഴുവൻ ചുറ്റിയിരുന്ന മതിലിനകത്ത് സ്ഥിതി ചെയ്തിരുന്ന നഗരഭാഗം ഇന്ന് പുരാതന നഗരം എന്നാണ് അറിയപ്പെടുന്നത്. വെറും 0.9 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ വിസ്തീർണമുള്ളെങ്കിലും മതപരമായ പ്രാധാന്യമുള്ള പല സ്ഥലങ്ങളും പുരാതന നഗരത്തിലാണ് ഉള്ളത്. 1982 യുനെസ്കോ പുരാതന നഗരത്തെ അപകട ഭീഷണിയുള്ള ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. പുരാതന നഗരം പ്രധാനമായി 4 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. എന്നാൽ അവയുടെ അർമേനിയൻ, ക്രിസ്ത്യൻ, യഹൂദ, മുസ്ലിം പേരുകൾ 19-ാം നൂറ്റാണ്ടോടുകൂടിയാണ് നിലവിൽ വന്നത്. ഇന്ന് ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിൻ്റെ കാതലായ
തർക്കമാണ് ജെറുസലേമിനെ സംബന്ധിച്ചുള്ളത്. 1967 ഇസ്രയേൽ പിടിച്ചെടുത്ത കിഴക്കൻ ജെറുസലേമാണ് വിവാദങ്ങളുടെ പ്രഥമ കേന്ദ്രം. പലസ്തീൻ കിഴക്കേ ജെറുസലേം അവരുടെ തലസ്ഥാനമായാണ് അവകാശപ്പെടുന്നത്. പലസ്തീനിലെ ജെറുസലേം പട്ടണത്തിന്റെ അറബി പേരാണ് ഖുദ്സ്. ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പുണ്യസ്ഥലങ്ങളിൽ ഒന്നായ അബ്സ മസ്ജിദ് ഈ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. AD 638 ഖലീഫ ഉമറിന്റെ കാലത്താണ് ഖുദ്സ് മുസ്ലിങ്ങളുടെ അധീനതയിൽ വരുന്നത്. ഖാലിദ് ബിൻ വാലിദിന്റെ നേതൃത്വത്തിൽ മുന്നേറിയ മുസ്ലിം സൈന്യത്തെ നേരിടാനാവാതെ ബൈസാന്റിൻ സേന പിൻവാങ്ങിയപ്പോൾ മുസ്ലിം സൈന്യം ഖുദ്സിന് സമീപമെത്തി. ഖുദ്സിലെ ക്രിസ്ത്യൻ പാതിരി ഖലീഫ ഉമർ നേരിട്ട് വന്നാൽ അധികാരം ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് പ്രഖ്യാപിക്കുകയും അപ്രകാരം ഖലീഫ ഉമർ മദീനയിൽ നിന്നും എത്തി ഖുദ്സിന്റെ അധികാരം സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു. കുതിരലായം ആയി മാറ്റപ്പെട്ടിരുന്ന മസ്ജിദ് അക്സ അദ്ദേഹം പിന്നീട് പുനരുദ്ധരിക്കുകയായിരുന്നു ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.